പരലോകത്ത് അവർക്കൊക്കെ അത് കിട്ടുകയും ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇന്ന് മുസ്ലിമായ ഒരാളെ പറ്റി അയാൾ ചെയ്ത എല്ലാ തെറ്റുകളും നമ്മളെ അവസ്ഥ, നമ്മളെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റായിട്ട് നമ്മൾ രേഖപ്പെടുത്തും. നമ്മുടെ മുസ്ലിങ്ങളോ ഒരു ക്രിസ്ത്യാനി മുസ്ലിമായാൽ അവന്റെ മുഴുവൻ പാപങ്ങളും ഒന്നാവും. മുസ്ലിമായ സഹോദരനോട് പറഞ്ഞപ്പോ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി. നോക്കണം, കാരണം അയാളെ മുഴുവൻ പാപങ്ങൾ പൊറുക്കും എന്ന് പറഞ്ഞപ്പോ വല്ലാത്ത ഒരു സന്തോഷമാണ് അദ്ദേഹം. അതേ സമയത്ത് അസ്താഖുറുള്ള എത്ര നമ്മൾ പറയുന്നത് നമ്മുടെ കണ്ണിൽ വല്ല വെള്ളം വരും, നമുക്കത് പൊറത്തിട്ടില്ല പഠിച്ചു ഭർത്താനെന്നറിയാം. അസ്താഖുറുള്ള എന്ന് പറയുന്ന അർത്ഥം അറിയാത്ത സഹോദരങ്ങളും ഞാൻ അള്ളാഹുവിനോട് പാപമോചനത്തിന് അഭ്യർത്ഥിക്കുന്നു. സഹോദരനോട് പറഞ്ഞത് 17 കൊല്ലം ഞാൻ മാത്രല്ല 30 കൊല്ലം ഫാത്തിഹന്റെ അർത്ഥം അറിഞ്ഞപ്പോഴാണ് എന്തായി പറയുന്നത്. ഒരു മുസ്ലിമായ ആളാണ് പറയുന്നത്. ഒരു ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ച് അത്യാവശ്യം ഇസ്ലാമിനെ പറ്റി പഠിക്കാനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി ഒക്കെ കഴിഞ്ഞ് 40-45 വയസ്സായിട്ട് ഫാത്തിഹന്റെ അർത്ഥം കിട്ടിയപ്പോൾ മനസ്സിലായത് ഇത് ഇത്ര രസമുള്ള സംഗതിയാണ്. ഇയാൾക്ക് മനസ്സിലാത്ത ആൾക്ക്. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്രതികൂലമായിട്ട് ചരിത്രം പറയുന്നു. ഇക്രിമത്തുവിന് അബൂജഹൽ അറിയാതെ അബൂജഹലിന്റെ മകനാണ്. ആരാ നമുക്കറിയാം? അബൂജഹൽ. ഈ അബൂജഹലിന്റെ മകനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. ആ ഇക്രിമ റളിയല്ലാഹു യർമൂക്ക് യുദ്ധത്തിൽ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടായി. വിജയവും പരാജയവുമായ ഒരു വല്ലാത്ത എന്താ പറയാ ഒരു പ്രതിസന്ധി ഘട്ടം, ഒരു നിർണായകമായ സന്ദർഭമാണ്. ആ സമയത്ത് മൻ യുബായുഅലൽ മൗത്ത് എന്ന് ചോദ്യം ചോദിച്ചു. അബൂജഹലിന്റെ മോനാന്റെ കാര്യമില്ല, ആരാണ് മരണം ബൈഅത്ത് ചെയ്യാനുള്ളത്? ഇപ്പൊ യാതൊരു രക്ഷയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വിജയം കിട്ടണമെങ്കിൽ ജീവൻ മരണ പോരാട്ടം നടത്തും. മൻ യുബായുഅലൽ. അപ്പൊ തന്നെ 400 സഹാബികൾ, 400 ഇസ്ലാമിന്റെ ഭടന്മാർ അപ്പൊ തന്നെ ബൈഅത്ത് ചരിത്രങ്ങൾ. അതാണ് ഒരു മുസ്ലിം ആകുമ്പോ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ നമ്മളിപ്പോ കുറച്ച് കളിച്ച് വിയർക്കും, നമ്മൾ വിചാരിച്ചു ആരോഗ്യം നന്നായി ഒരു അറ്റാക്ക് ഉണ്ടാവുക. ആദ്യ അറ്റാക്ക് വരുന്ന ഓരായി മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ ആയിരിക്കും ഒരു സിനിമ കണ്ടാല് ചില പുതിയ കണ്ടുപിടുത്തങ്ങളാണ്, ഇബ്ലീസിന്റെ കണ്ടുപിടുത്തങ്ങൾ. ചിരിച്ചാൽ ആയുസ് പോകും. ആയുസ് അള്ളാഹിന്റെ അടുത്തുള്ള ഒരു ഹദീസിന്റെ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസ്രിഹി വല്യഖുൽ. അപ്പോൾ ആയുസ് കൂടും. കുടുംബബന്ധം ചേർത്തു. ഒരാൾ കുടുംബബന്ധം ചേർത്ത് കുടുംബത്തിലെ ആളുകളെ ഒക്കെ മറന്നിട്ടാവും. നിങ്ങൾ കേൾക്കുകയോ പ്രത്യേകിച്ച് പാവങ്ങളായ ആൾക്കാരെ ഫുള്ള് മറന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള മനുഷ്യണ്ടാവില്ല. പണക്കാരെ കുടുംബക്കാരൊക്കെ ഇവിടുന്ന് അത്യാവശ്യം പരിചയിച്ചിട്ട് പാവങ്ങളാണ് നമ്മൾ ഒഴിച്ചു മാറും. അങ്ങനെ നബി ആയുസ് കൂടാൻ ഒരൊറ്റ കാര്യമാണ്. ഇതാ ചിരിക്കലല്ല. ചിരിച്ചുകൊണ്ട് ആയുസ് കൂടൂല. നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ ആയുസ് കൂടും? കുടുംബബന്ധം ചേർത്തിയവന് അള്ളാഹുവിന്റെ റസൂൽ ഗ്യാരണ്ടി കൊടുത്തു ആയുസ് കൂടും. പിന്നെ കിട്ടുന്നതിന് ബർക്കത്ത് വേണം. അതിനെന്ത് വേണം? അതിലും കുടുംബബന്ധത്തിൽ ഒരു 500 റിയാൽ കിട്ടിയാൽ പാവപ്പെട്ട സുഹൃത്ത് 10 റിയാൽ കിട്ടുക കുറേ. അതേസമയം ആധുനിക ചില ആളുകൾ വലയിൽപ്പെട്ട് പറയും ചിരിച്ചാൽ എങ്ങനെ ആയുസ് കൂടില്ല. ചിരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിരിച്ചിട്ട് കാര്യമില്ല. മനസ്സിന്റെ സന്തോഷം കൊണ്ട് ചിരിക്കണം. അതിന് വായ തുറക്കേണ്ട ആവശ്യം, ഒച്ച ഉണ്ടാക്കേണ്ട ആവശ്യമില്ല സഹോദരങ്ങളെ. സന്തോഷം വന്നാൽ അപ്പൊ മനുഷ്യന്റെ സന്തോഷമുള്ള എന്ത് കാര്യങ്ങൾ നമുക്കുള്ളത്? എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അത് ആയുസ് കൂട്ടാനും കുറക്കാനുള്ളതല്ല സഹോദരങ്ങൾ. മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ഹൃദയത്തെ പറ്റി പറഞ്ഞതാണ് അത് ചിന്തിക്കാനുള്ള ആയുസ്. അതുപോലെ തന്നെ മനുഷ്യന്റെ എല്ലാ നിയന്ത്രണങ്ങളും ആധുനിക സയൻസ് കണ്ടുപിടിച്ചു നോക്കേണ്ട ആവശ്യമില്ല. അവിടെയല്ലേ. അപ്പൊ ഈ മനുഷ്യന്റെ സെൻസറായ ഈ മനുഷ്യന്റെ ഹൃദയം അതിന് പുതിയ കണ്ടുപിടുത്തം ചിരിച്ചാല് ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഒരു സമാധാനം. വെറുതെ ചിരിക്കുന്നതിന് പ്രാർത്ഥന. അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിലും അവന്റെ റസൂലിന്റെ മാർഗത്തിലും വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സമാധാനം ഉറപ്പാണ്. സമാധാനം ഉറപ്പാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ 24 മണിക്കൂർ ചിരിക്കണം.
അപ്പൊ ആയുസ് കൂടും, അപ്പൊ ശരിയായിരിക്കും. അതേ സമയത്ത് ഒരു പാരഡി കണ്ട്, ഒരു കോമഡി കണ്ട് ചിരിച്ചു, അടുത്ത നിമിഷത്തിൽ നാട്ടിൽ നിന്നൊരു കത്ത് വരുമ്പോൾ ഇവൻ അറ്റാക്ക് പോയി, ഈമാനില്ലാതെ പോയി. അപ്പൊ ചിരിച്ചതിന്റെ പോയില്ലേ, അപ്പൊ മനസ്സിലായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ എന്തൊക്കെ പിത്തനകളാണ് ലോകത്ത് നടക്കുന്നത്. മനുഷ്യനെ കൃത്രിമമായി ചിരിക്കുക, മനുഷ്യനെ കൃത്രിമമായി കളിപ്പിക്കുക, മനുഷ്യന് കൃത്രിമമായി നൽകുന്നു. പക്ഷേ അള്ളാഹു റസൂൽ പറഞ്ഞെന്താ, നിങ്ങൾക്ക് ഒരു നല്ല ഒരു ജീവിതം, കൃത്രിമമായെന്നുള്ളതല്ല, നല്ല ഒരു യഥാർത്ഥമായ ഒരു ജീവിതം, സന്തോഷം, യഥാർത്ഥമായ സമാധാനം, ഇതൊക്കെ ഇസ്ലാമിക ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ സഹോദരങ്ങളെ. അത് ഇഹലോകത്ത് മാത്രമല്ല, പരലോകത്തും നമുക്ക് ഒരു ജീവിതം വേണമല്ലോ. ഇവിടുന്ന് ഇപ്പൊ കുറച്ച് ആയുസ്സൊക്കെ കൂടിയിട്ടാണ് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ആയുസ് കൂടിയാൽ നമുക്ക് അമരസ്വാലിയത്ത് വർദ്ധിക്കണം, അത് ആയുസ് കൂടിയിട്ടുണ്ട്. അല്ലാത്തൊരു ആയുസ് കൂടിയിട്ട് നരകത്തിൽ കുറച്ചും കൂടി കാലം കിടക്കാറുണ്ടാവും. അപ്പൊ നമ്മുടെ ആയുസ് കൂടണമെങ്കിൽ നമ്മുടെ ദീനം എല്ലാ ടെൻഷൻ ഒഴിവാകണമെങ്കിൽ അല്ല ദിക്റില്ലാതെ, അള്ളാഹുവിന്റെ ദിക്റില്ലാതെ ഒരിക്കലും മനുഷ്യന്റെ മനസ്സിന് സമാധാനമില്ല. ഷുദൂറാൻ പറഞ്ഞല്ലേ, ഇതിപ്പോ ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറി. എപ്പോഴും മ്യൂസിക് കേട്ടാൽ സമാധാനം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ വലിയ വലിയ ഇസ്ലാമിന്റെ മഹാപ്രപഞ്ചത്തിലേക്ക് വരികയും ഇസ്ലാമിന്റെ മലർവാടി തെരഞ്ഞെടുക്കുകയും അങ്ങനെ മുസ്ലിങ്ങളാവുകയും സംഗീതത്തെ ജീവിതത്തിൽ നിന്ന് പറ്റി ഒഴിവാക്കുകയും ചെയ്ത ആളുകളാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ലഭിച്ചത് മുസ്ലിങ്ങളായതിനു ശേഷമാണെന്നാണ് അവർ പറയുന്നത്. മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ മാതിരി വെള്ളിയാഴ്ചത്തെ കാര്യം, അതുപോലെ തന്നെ ഏത് ദിവസങ്ങളും നമ്മളെ ദീന് പഠിക്കാനുള്ള വേദി എവിടെ വരണം, നമ്മളവിടെ കയറി വരണം, പാഞ്ഞു വരണം, ഓടി വരണം. അപ്പോഴാണ് സത്യത്തില് പടച്ചോന്റെ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമുക്ക് സമാധാനം ഉണ്ടാവും. നമ്മൾ കുറെ സമ്പാദിച്ചു സമാധാനം ഉണ്ടാവില്ല. ഇസ്ലാമിലേക്ക് അടുത്ത് വന്ന കാറ്റ് സ്റ്റീവൻ യൂസുഫ് ഇസ്ലാം ലക്ഷക്കണക്കിന് ഡോളറുകളായിരുന്നു ഒറ്റ രാത്രി ഉണ്ടായിരുന്നു. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു നൈറ്റിൽ ഒരു പ്രോഗ്രാം നടത്തിയാൽ അദ്ദേഹത്തിന് ആത്മകഥയിൽ പറയുന്നത് ലക്ഷക്കണക്കിന് ഡോളറുകളാണ് അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു ആൽബം ഒരു രാത്രിയിൽ അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഡോളറാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നത് ഇന്ന് വരുമാനമേ ഇല്ല, ഇന്ന് ഞാൻ കൊടുക്കുകയാണ്, സമ്പാദിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അന്ന് എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. ഇന്ന് $1 പോലും വരുമാനമില്ലാത്ത കാറ്റ് സ്റ്റീവൻ യൂസുഫ് ഇസ്ലാം പറയുന്നത് ഇന്ന് എനിക്ക് നന്നായി ചിരിക്കാൻ കഴിയും, സമാധാനം. അപ്പൊ അവരൊക്കെ എന്താ പറയാ, അവരുടെ അനുഭവം നമുക്ക് അങ്ങനെ അനുഭവം പറയാനുള്ള സുഖം. എനിക്ക് പ്രത്യേകിച്ച് സമാധാനം ഉണ്ടായത് ഞാൻ ഖുർആൻ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു ദീനിയായ പ്രഭാഷണം കേൾക്കുമ്പോഴാണ് എനിക്ക് സമാധാനം ഉണ്ടാവുന്നത്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാത്തിനും സമാധാനം കിട്ടുന്നു. അപ്പോഴാണ് സത്യത്തിൽ ഈമാനിന്റെ മാധുരി അനുഭവിച്ചു, അതിന്റെ രസം അനുഭവിച്ചു പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെടാനുള്ള ശ്രമങ്ങൾ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് അടിവരയിട്ട് വന്നത്. പ്രതികൂലമായ സാഹചര്യത്തിലാണ് സഹാബികളൊക്കെ ചെയ്തത്. നമുക്ക് അങ്ങനൊന്നും ഒരു സാഹചര്യമില്ല. നമ്മളാരും പിന്നിന്ന് വലിക്കുന്നില്ല, മർദ്ദനങ്ങളില്ല, പീഡനങ്ങളില്ല, എല്ലാ അനുകൂലമായ സാഹചര്യം, വേദികൾ ഇഷ്ടം പോലെയുണ്ട്. ഇതൊക്കെ എൻ്റെ സഹോദരങ്ങൾ കഴിവിന്റെ പരമാവധി ഉപയോഗിക്കണമെന്നും ഏത് വിനോദത്തിലായാലും എവിടെയായാലും പടച്ചു തമ്പുരാനും മറന്നുകൊണ്ടുള്ള ഒരു രീതി, ഒരു വഴി നമ്മൾ തിരഞ്ഞെടുക്കരുത്. അത് നമുക്ക് ഇഹലോകത്തുള്ള നഷ്ടം മാത്രമല്ല, പരലോകത്ത് സുദ്ദേശങ്ങളും സുഹൃതാക്കളും സ്വാലിഹീകളും സാമീപ്യവും നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അർത്ഥവും പൊളിഞ്ഞുപോയി, അർത്ഥമില്ലാതെയായി. അങ്ങനെ അർത്ഥമില്ലാത്തൊരു ജീവിതം നമ്മൾ തിരഞ്ഞെടുത്താൽ പരലോകത്ത് നമുക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷങ്ങളും ഇസ്ലാമിന്റെ ജീവിതം കൊണ്ട് ധന്യമാവുക. അതുപോലെ തന്നെ അല്ലാഹുവിനെ ഓർക്കുകയും കഴിവിന്റെ സാഹചര്യം മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഈ ലോകത്തും പരലോകത്തും
റഹ്മത്ത്